ഭഗവതി വാണീ രമാസേവിതാം വന്ദേ മാതരം അംബികാം ഭഗവതി വാണീ രമാസേവിതാ കല്യാണി കല്യാണി കമനീയ കൽപ്പലതികാ കല്യാണി കമനീയ കൽപ്പലതികാ കൈലാസനാഥപ്രിയ വേദാന്തപ്രതിപാദ്യമാന വിഭവാ വിദ്വന്മനോരഞ്ജിനീ വിദ്വന്മനോരഞ്ജിനീ ശ്രീചക്രാഞ്ജിത രത്നപീഠനിലയാ ശ്രീചക്രാഞ്ജിത രത്നപീഠനിലയാ ശ്രീചക്രാഞ്ജിത രത്നപീഠനിലയാ ശ്രീരാജ രാജേശ്വരീ ശ്രീചക്രാഞ്ജിത രത്നപീഠനിലയാ ശ്രീരാജരാജേശ്വരീ
ശ്രീരാജരാജേശ്വരീം ശ്രീരാജരാജേശ്വരീം നമുക്കെല്ലാവർക്കും ഷിബുവിനെയും ഷിബുവിൻ്റെ കുടുംബത്തെയും അടുത്തറിയാമെങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ നേരിട്ട് തൊട്ടറിയുമ്പോൾ മാത്രമേ, അനുഭവിക്കുമ്പോൾ മാത്രമേ നമുക്കതിൻ്റെ വ്യാപ്തി മനസ്സിലാവുകയുള്ളൂ. ആ ഒരു വ്യാപ്തി മനസ്സിലാക്കിയ ഒരു എളിയ ശംഖുമുഖം ഭക്തനാണ് ഞാൻ. പ്രതിഭ കൊണ്ട് സമ്പന്നരാണെങ്കിലും സാമ്പത്തികമായി ആവശ്യത അനുഭവിക്കുന്ന കലാകാരന്മാർക്കും സാമ്പത്തിക പരാധീനതകളുള്ള ഗുരുതര രോഗം പിടിപെട്ടവർക്കും കൈത്താങ്ങായിട്ട് ഷിബുവും ഷിബുവിൻ്റെ കുടുംബവും എന്നും അവരുടെ രീതിയിൽ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം ശംഖുമുഖം കണ്ണാന്തുറയിലെ കൃഷ്ണപുരത്ത് ഷിബുകുമാറിൻ്റെ കുടുംബമാണ് നവരാത്രി ട്രസ്റ്റ് എന്ന പേരിൽ ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് ഒരു കടമയെന്നോണം കലയെന്ന പുണ്യം കൊണ്ട് അനുഗ്രഹീതരായവരെയും രോഗാവസ്ഥയിൽപ്പെട്ടുള്ളവരെയും താങ്ങി നിർത്തുവാൻ ഈ ഒരു എളിയ സംരംഭവുമായിട്ട് മുമ്പോട്ട് വന്നിരിക്കുന്നത്. വളരെ ചെറുപ്പം മുതൽ കഴിഞ്ഞ 31 കൊല്ലം മുമ്പ് വരെ ഇവിടെ ഇരിക്കുന്ന പല വ്യക്തികൾക്കും ഷിബുവിനെ വ്യക്തിപരമായി അറിയാമെങ്കിൽ കൂടി കഴിഞ്ഞ ഇത്രയും കാലത്തിനുള്ളിൽ അമ്മ മഹാറാണിമാരുടെ പ്രോത്സാഹനങ്ങളും ഒരു മാർഗദർശി എന്നോളം സ്വന്തം കുടുംബത്തിലെ ഒരു അനുജനെ പോലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഷിബുവിൽ എല്ലാ നന്മ ഉണ്ടാക്കിയതിന് പിന്നിലും അമ്മ മഹാറാണിമാരുടെ വ്യക്തിപരമായിട്ടുള്ള ആ കാഴ്ചപ്പാടും ആ പ്രവർത്തനങ്ങളും ഇവിടെ നമുക്ക് എല്ലാവർക്കും സ്മരിച്ച് മാത്രമേ പറ്റുകയുള്ളൂ. ഒന്നുമില്ലായ്മയിൽ നിന്നും ഇറ്റലിയിൽ എത്തിപ്പെട്ട് സാമ്പത്തികമായി ചെറുതായിട്ട് കരപറ്റിയപ്പോൾ തന്നെ ഒരു ചെറിയ രീതിയിൽ ഇങ്ങനെ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ഷിബുകുമാർ അത് വിപുലപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു ട്രസ്റ്റ് രൂപീകരിക്കുകയും ചെയ്തു. കഴിഞ്ഞ കൊല്ലം നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി VS ശിവകുമാർ തന്നെയാണ് 5 കലാകാരന്മാരെ സാമ്പത്തികമായി അവശതയിൽ ഉഴലുന്ന കേരളത്തിലെ പ്രസിദ്ധരായ 5 കലാകാരന്മാരെ ശംഖുമുഖം ദേവീക്ഷേത്രത്തിൽ ദുർഗാഷ്ടമി നാളിൽ ആദരിക്കുകയുണ്ടായി. അന്നും അമ്മ മഹാറാണിമാർ സജീവ സാന്നിധ്യം കൊണ്ട് ആ സദസ്സിനെ കൂടുതൽ പുഷ്ടിപ്പെടുത്തുകയുണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ കൊല്ലം നമ്മൾ ബഹുമാനിച്ചത് ഗുരു നട്ടുവൻ പരമശിവമേനോൻ, കരകുളം സുഗു, നാരായണമാരാർ, തൃക്കൂർ ഉണ്ണി, കൊടുങ്ങല്ലൂർ SL പുരം അപ്പുമാരാർ, അതുപോലെ തന്നെ പ്രസിദ്ധ സംഗീതജ്ഞയായ രാധിക സുന്ദരേശൻ എന്നിവർക്ക് പ്രത്യേക ബഹുമതിയും കൂടെ കൊടുത്തുകൊണ്ടാണ്. ഇക്കുറി ഇതിനുവേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് കലാരംഗത്ത് നിന്ന് ശംഖുമുഖം ദേവിയുടെ ദാസനായ ഷാജി സാറും അതുപോലെ തന്നെ സംഗീതത്തിൻ്റെ കൊടുമുടിയിൽ നമുക്കെല്ലാവർക്കും കൊടുമുടിയിൽ എത്തി നിൽക്കുന്ന നമുക്കെല്ലാവർക്കും ആരാധ്യയുമായിട്ടുള്ള ശ്രീമതി പാറശാല പൊന്നമ്മാളും കൂടെയാണ്. അവരെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ സോമൻകുടി ശ്രീനിവാസ അയ്യർ സ്വാമിയുടെ ശിഷ്യയായിരുന്നു. നവരാത്രി മണ്ഡപത്തിൽ 2006 ആദ്യമായിട്ട് സംഗീതം ആലപിച്ച വനിതയാണ് അവർ. സ്വാതി തിരുനാൾ മ്യൂസിക് അക്കാഡമിയിലെ പ്രിൻസിപ്പലായിട്ടാണ് തൃപ്പൂണിത്തുറയിൽ നിന്ന് അവർ വിരമിച്ചത്. അതുമാത്രവുമല്ല, ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെയും കേരള ഗവൺമെൻറ്റിൻ്റെയും വിവിധ ബഹുമതികൾക്ക് അർഹരായിട്ടുള്ള ഒരു വ്യക്തിയും കൂടെയാണ് ശ്രീമതി പാറശാല പൊന്നമ്മാൾ. ഷാജി സാറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ലോക സിനിമയുടെ മാപ്പിൽ കേരളത്തിൻ്റെ ഏറ്റവും മുന്നിലെത്തിച്ച ഓരോ മലയാളികൾക്കും അഭിമാനമായിട്ടുള്ള എല്ലാ സദസ്സിലും വേദിയിലും നിറഞ്ഞു നിൽക്കുന്ന ഷാജി സാറിനെയാണ് കലാരംഗത്ത് 2ാമതായി തിരഞ്ഞെടുത്തത്. അതുമാത്രവുമല്ല, 15 വയസ്സിൽ താഴെയുള്ള 3 ക്യാൻസർ ബാധിച്ച കുട്ടികളുടെ പിതാക്കന്മാരിവിടെ വന്നിട്ടുണ്ട്. അവരെ എന്തെങ്കിലും സഹായം ചെയ്യുക. ഈ സഹായം ഇന്നുകൊണ്ട് ഇവിടെ അവസാനിക്കുന്നില്ല. നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ തുടർന്നും അവർക്ക് നൽകിക്കൊണ്ടിരിക്കുക എന്നുള്ള ചെറിയൊരു രീതിയിലെങ്കിലും നമുക്ക് സമൂഹത്തെ സേവിക്കാൻ കഴിയുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സംരംഭത്തിന് തുടക്കമിട്ടിരിക്കുന്നത്. ശിവകുമാറിനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ഞാൻ വ്യക്തിപരമായും നിങ്ങൾക്ക് വേണ്ടിയും ഈ അവസരത്തിൽ അവരോട് നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇതുപോലെയുള്ള സംരംഭങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായ രീതിയിൽ ഏറ്റെടുത്ത് നടത്താൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനി വരും കാലങ്ങളിൽ നമുക്ക് സമൂഹത്തിന് വേണ്ടി കുറച്ചൊക്കെ ചിലതൊക്കെ തിരിച്ചു കൊടുക്കാൻ കഴിയും. ആദ്യമായി ഈ ഒരു ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി, ഈ ട്രസ്റ്റ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട അമ്മ മഹാറാണി ക്ഷണിച്ചുകൊള്ളുന്നു. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണി നമോസ്തുതേ. നാരായണി നമോസ്തുതേ. ശ്രീ
ശിവകുമാറിൻ്റെ നേതൃത്വത്തിൽ ഒരു പുതിയ ട്രസ്റ്റിന് രൂപം കൊടുക്കുകയാണ്. നവരാത്രി ട്രസ്റ്റ് ഏറ്റവും നല്ല ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടിയാണ് ഷിബുവിൻ്റെ നേതൃത്വത്തിലുള്ള നവരാത്രി ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. ഈ പ്രാവശ്യത്തെ നവരാത്രി മഹോത്സവ പരിപാടികൾ സമാപിക്കുകയും ആ ഒരു സാഹചര്യത്തിലാണ് ഈ ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്ന് ഇവിടെ തുടങ്ങിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതിനോടനുബന്ധിച്ച് ബഹുമാനരായ വിശിഷ്ട വ്യക്തികളെ, സംഗീത ലോകത്തെ നമ്മുടെ എല്ലാവരുടെയും അഭിമാനമായ ശ്രീമതി പാറശാല പൊന്നമ്മാൾ അവരുടെയും, സിനിമാ രംഗത്തെ ഇന്ത്യക്ക് തന്നെ അഭിമാനമായ ശ്രീ ഷാജിയൻ കരുണിനെയും മറ്റു പ്രഗത്ഭ വ്യക്തികളെയും ഇവിടെ നമ്മുടെ തമ്പുരാട്ടിമാർ ആദരിക്കുന്ന ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചു. തീർച്ചയായിട്ടും ഷിബുവിനെ ഞാൻ പ്രത്യേകമായി ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. കാരണം സ്വന്തം നാട്ടിൽ നിന്നും വിദേശ രാജ്യത്ത് പോയി, ഇറ്റലിയിൽ പോയി, അവിടെ സ്വന്തം ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള തൊഴിൽ തേടി പോവുകയും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലും വളരെയധികം സാമ്പത്തികമായി നേട്ടങ്ങളൊന്നും ഉണ്ടാക്കിയില്ല എങ്കിലും ഷിബുവിൻ്റെ മനസ്സ് ശംഖുമുഖത്ത് ദേവീക്ഷേത്ര സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ ക്ഷേത്ര പുനരുദ്ധാരണ പരിപാടികളും ക്ഷേത്രത്തിൻ്റെ പുരോഗമനമായ പരിപാടികളും ഏറ്റെടുക്കുന്നതോടൊപ്പം തന്നെ സമൂഹത്തിലെ കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖരായിട്ടുള്ള വ്യക്തികൾക്ക് അവരെ അവാർഡുകൾ നൽകുക, അവർക്ക് വേണ്ടുന്ന അംഗീകാരം കൊടുക്കുക, അതോടൊപ്പം തന്നെ സാമൂഹികമായ പ്രതിബദ്ധതയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ, പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്നതിന്, രോഗികളെ സഹായിക്കുന്നതിന്, വിദ്യാഭ്യാസ രംഗത്ത് കുട്ടികളെ സഹായിക്കുന്നതിന് ഒക്കെയുള്ള പ്രവർത്തനങ്ങൾ അത് ഏറ്റെടുക്കുവാനുള്ള ഒരു മനസ്സ് കാണിച്ചത് തന്നെ ഏറ്റവും അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമാണ്, ഏറ്റവും മാതൃകാപരമായ കാര്യമാണ് എന്ന് പ്രത്യേകം ഞാൻ ഈ അവസരത്തിൽ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇന്ന് ഒരു കലാരംഗത്തുള്ള അതിപ്രഗത്ഭരായിട്ടുള്ള വ്യക്തിത്വങ്ങളെ ഇന്നിവിടെ ആദരിക്കുന്നു. അതോടൊപ്പം തന്നെ പാവപ്പെട്ട രോഗികളായിട്ടുള്ള ആളുകൾക്ക് സഹായം നൽകും. നമുക്കറിയാം, ഇന്ന് ഒരു അസുഖം വന്നാൽ, ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ്, പ്രത്യേകിച്ച് ക്യാൻസർ പോലെയുള്ള രോഗങ്ങളൊക്കെ വന്നാൽ ഒരുവിധം സാമ്പത്തികമായി ശേഷിയുള്ള കുടുംബങ്ങൾക്ക് പോലും ആ കുടുംബങ്ങൾ തകരുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. പ്രത്യേകിച്ച് ക്യാൻസർ പോലെയുള്ള രോഗം, ഇന്നിപ്പോൾ ക്യാൻസർ രോഗിക്കാണ് കൊടുക്കുന്നത്. ആ പ്രാഥമികമായിട്ടുള്ള ഒരു അവസ്ഥയിൽ കണ്ടെത്താൻ കഴിഞ്ഞാൽ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയും. അടുത്ത ഘട്ടങ്ങളിലേക്ക് പോയാൽ ചികിത്സ നമുക്ക് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്, പക്ഷേ നീണ്ടു നിൽക്കുന്ന ചികിത്സ ആവശ്യമാണ്. ഇപ്പോൾ പനിയോ ജലദോഷമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപകടങ്ങളൊക്കെ ഉണ്ടായാൽ ഒറ്റ ചികിത്സ കൊണ്ട് ആ സമയത്ത് കൊണ്ടങ്ങ് തീരും. ദീർഘകാലത്തെ ചികിത്സ ആവശ്യമാണ്. അപ്പോൾ അതിന് വളരെയധികം സാമ്പത്തികമുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റുകൾ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് മാത്രം, ഗവൺമെൻറ് സൗജന്യ ചികിത്സാ പദ്ധതികളൊക്കെ ഒരുപാട് നമ്മൾ നടപ്പിലാക്കുന്നു എങ്കിലും ഗവൺമെൻറ്റുകൾ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് മാത്രം നമ്മുടെ സമൂഹത്തിലെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ ക്യാൻസർ ചികിത്സാ രംഗത്ത് ഈ ഒക്ടോബർ 10 മുതൽ കേരളത്തിൽ സൗജന്യ ചികിത്സ നമ്മൾ കൊടുക്കുകയാണ്. ആ പദ്ധതി നമ്മൾ നടപ്പിലാക്കുന്നു. ഒക്ടോബർ 10-ാം തീയതി 3 മണിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, നമ്മുടെ പ്രമുഖനായ നടൻ ശ്രീ മമ്മൂട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുന്ന ചടങ്ങിൽ വെച്ച് കേരളത്തിൽ ഇനി ക്യാൻസർ ചികിത്സയ്ക്ക് സൗജന്യ ചികിത്സ കൊടുക്കുന്ന പദ്ധതി നമ്മൾ തുടങ്ങുകയാണ്. സുഹൃതം എന്നാണ് ആ പദ്ധതിക്ക് നമ്മൾ പേരിട്ടിരിക്കുന്നത്. അപ്പോൾ അതും ഗവൺമെൻറ് ഇപ്പോൾ പിന്നെ ടുബാക്കോ ഉൽപ്പന്നങ്ങൾ, സിഗരറ്റിൻ്റെ ടാക്സ് കൂട്ടി. അതിനുവേണ്ടി 22% 30%, 3% ഈ പ്രോജക്റ്റിന് ഗവൺമെൻറ് ക്യാൻസർ ചികിത്സയ്ക്ക് എടുക്കുകയാണ്. 150 കോടിയോളം രൂപ മാസം നമുക്ക് വരുമാനം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സിഗരറ്റ് വലിക്കുന്നതുകൊണ്ടാണ് കൂടുതലും ക്യാൻസർ വരുന്നത്.
ലങ് ക്യാൻസർ, ഓറൽ ക്യാൻസർ ഒക്കെ വരുന്നത്. അപ്പോൾ അതൊക്കെ കൂടി കണ്ടുകൊണ്ട് ആ മേഖലയിൽ നിന്ന് തന്നെ സാമ്പത്തികം സ്വരൂപിക്കുവാനും ബാക്കി നമ്മുടെ CSR ഈ പല സംഘടനകളുടെയും വിദേശ മലയാളികളും പ്രസ്ഥാനങ്ങളും അവരുടെയൊക്കെ ഒരു സാമൂഹിക ക്ഷേമ പദ്ധതികളുണ്ട്, അതിൽ നിന്ന് കൂടെ സ്വരൂപിക്കുവാനും കഴിവുള്ള വ്യക്തികളിൽ നിന്നും കൂടെ സ്വരൂപിച്ചുകൊണ്ടാണ് കേരളത്തിലെ ക്യാൻസർ ചികിത്സ സൗജന്യമായി കൊടുക്കുന്നതിന് സംസ്ഥാന ഗവൺമെൻറ് ഈ പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതിലേറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് ഷിബുവിന് വളരെയധികം സമ്പന്നനല്ല, അദ്ദേഹം അവിടെ പോയി എങ്കിലും സ്വന്തം നാട്ടിലെ പാവപ്പെട്ട ആളുകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാനുള്ള ഒരു മനസ്സ് അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും പ്രത്യേകമായി സന്തോഷം നൽകുന്ന കാര്യമാണ്. ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇതുപോലെയുള്ള പ്രസ്ഥാനങ്ങൾക്കായിരിക്കും തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഒരു ട്രസ്റ്റ് രൂപീകരിക്കുമ്പോൾ അതിന് ചില ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്, സാമ്പത്തികമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനും കഴിയും. സമൂഹത്തിലെ ബുദ്ധിമുട്ടുന്ന, കഷ്ടപ്പെടുന്ന, പാവപ്പെടുന്ന ജനവിഭാഗങ്ങൾക്ക് ഈ ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് കുറച്ചെങ്കിലും ആശ്വാസം ലഭ്യമാകുമെങ്കിൽ അതൊരു വലിയ കർമ്മമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ ദീർഘമായിട്ടൊരു പ്രസംഗത്തിന് മുതിരുന്നില്ല. കഴിഞ്ഞ വർഷവും നമ്മുടെ ശംഖുമുഖം ദേവി സന്നിധിയിൽ വെച്ച് നമ്മുടെ തമ്പുരാട്ടിമാർ പങ്കെടുത്തിരുന്ന ചടങ്ങിൽ വെച്ച് തന്നെ നമ്മുടെ കലാരംഗത്ത് പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളെ ആദരിക്കുന്ന ചടങ്ങ് സംഘടിപ്പിച്ചു. ആദരിക്കുന്ന ചടങ്ങുകളും ഇതുപോലെയുള്ള പരിപാടികളും കൂടുതൽ കർമ്മ മണ്ഡലത്തിലേക്ക് ഈ നവരാത്രി ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ ട്രസ്റ്റിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. രൂപ വീതമുള്ള രോഗചികിത്സാ സഹായം RCCയിൽ അഡ്മിറ്റായിരിക്കുന്ന 3 പിഞ്ച് കുട്ടികളുടെ പിതാക്കൾക്ക് കൊടുത്തുകൊണ്ട് ഇവിടെ നിർവഹിക്കാൻ പോവുകയാണ്. ആദ്യമായി ശ്രീ ലക്ഷ്മണനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. മകൻ്റെ പേര് ശ്രീജിത്ത്, അച്ഛൻ്റെ പേര് മണിയൻ. രോഗിയുടെ പേര് വിഷ്ണു, മിസ്റ്റർ സുരേഷ് പിതാവിൻ്റെ. ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. കഴിഞ്ഞ വർഷം ദുർഗാഷ്ടമി അന്ന് രാവിലെ ശംഖുമുഖം ക്ഷേത്രാങ്കണത്തിൽ വെച്ച് ഷിബു നടത്തിയ പരിപാടിയിലും ഞങ്ങൾക്ക് പങ്കെടുക്കുവാനുള്ള ഭാഗ്യമുണ്ടായി. ഇത്തവണ വേദി അല്പം മാറിയെങ്കിലും ഷിബുവിൻ്റെ മനസ്സിലെ വികാരങ്ങളും ആശയങ്ങൾക്കും യാതൊരു വ്യത്യാസവുമില്ല. ആ അമ്മയെ തന്നെ ഭക്തിപൂർവ്വം സ്മരിച്ചുകൊണ്ടാണ് എല്ലാ പരിപാടികളും ഇവിടെ നടത്തി വരുന്നത്. വെറും കൈയോടെ വിദേശത്ത് പോയിട്ട് നിറകൈയോടെ തിരിച്ചു വരാൻ ഭാഗ്യം ചെയ്ത ഒരു വ്യക്തിയാണ് ഷിബുവും ഷിബുവിൻ്റെ സഹോദരനും. ഇപ്പം മന്ത്രി പറഞ്ഞതുമാതിരി അവിടെ പോയി വലിയ ഫാക്ടറി സ്ഥാപിക്കുകയോ ഇൻഡസ്ട്രിയലിസ്റ്റായിട്ടോ അങ്ങനെയൊന്നും അല്ല ഷിബു പോയതും വന്നതും. എന്നാലും അവിടെ ചെന്ന് അധ്വാനിച്ച് സംഭരിക്കാൻ സാധിച്ച ചെറിയ തോതിൽ എന്ന് ഷിബു പറയും, പക്ഷേ ചെറിയ തോതിലല്ല, ഒരു വലിയ മനസ്സിൻ്റെ സംഭരണമാണത്. ആ തിരിച്ചു കൊണ്ടുവന്ന ധനം ഒരു ട്രസ്റ്റിൻ്റെ രൂപത്തിൽ ഇവിടെ ഷിബുവിൻ്റെ അമ്മയാണ്, അമ്മയുടെ പടമാണ് ആധാരത്തിലുള്ളത്. അമ്മയെ രക്ഷാധികാരിയാക്കി ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് നിർധനരായവർക്ക് സഹായം നൽകാനും കലാകാരന്മാരെ ആദരിക്കാനുമായിട്ട് ഒരു പരിപാടി തുടങ്ങിയത് വളരെയധികം ശ്ലാഘനീയമാണ്. അതുകൊണ്ട് ഈ കിട്ടിയ പൈസ നമുക്കൊരു വലിയ വീട് വയ്ക്കുകയോ ഇല്ലെങ്കിൽ ഒരു കാറ് വാങ്ങിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നല്ലോ. അത് ചെയ്യാതെ നമുക്ക്
അനുഭവിക്കാം എന്നുള്ളത് വേണ്ടെന്ന് വെച്ചിട്ടാണ് ഈ ട്രസ്റ്റ് രൂപീകരിച്ചത്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇവിടെ രോഗികൾക്ക് ധനസഹായം നൽകി ആ രോഗികളുടെ അച്ഛന്മാരാണ് ഇവിടെ വന്നിട്ടുള്ളത്. അവരോട് പ്രത്യേകം പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ. ഞാൻ RCCയിൽ ഒരു ഓണാഘോഷത്തിന് അവരെന്നെ ക്ഷണിച്ചു. അപ്പോൾ എനിക്ക് വാസ്തവത്തിൽ വളരെ വിഷമമായിരുന്നു മനസ്സിൽ. ഓണാഘോഷത്തിൽ RCCയിൽ പോകാനാണ്, കുട്ടികളുടെ വിഭാഗം. അവിടെ ചെന്നപ്പോൾ കുട്ടികൾ വളരെ റിലാക്സ്ഡാണ്. അവർക്ക് ഈ രോഗത്തിനെ പറ്റി യാതൊരു ഭയമോ വിഷമമോ ഇല്ല. അവർക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർ ചിരിച്ച് ഉത്സാഹമായിട്ട് ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് വളരെ സന്തോഷമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു അവർക്കത്. അപ്പോൾ അന്ന് അവിടുത്തെ അധികൃതർ പറയുകയുണ്ടായി, കുറഞ്ഞത് 78% രോഗികളെങ്കിലും, അതായത് പീഡിയാട്രിക് രോഗികളെങ്കിലും പൂർണ്ണമായിട്ട് രോഗവിമുക്തരായിട്ട് വളർന്നു വരുന്നു എന്നാണ് അവരുടെ റെക്കോർഡുകൾ കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ പ്രതീക്ഷ ഉണ്ടാകാം. ഇന്ന് കുട്ടികൾക്ക് രോഗമുണ്ടെങ്കിലും അത് പൂർണ്ണമായി മാറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതിന് വെച്ചാൽ അവർക്കിതിൻ്റെ ഗൗരവം അറിഞ്ഞുകൂടാ. അപ്പം മാനസികമായിട്ട് ഒരു പ്രോത്സാഹനം തന്നെത്താനേ വരുന്നു. ഈ കുട്ടികൾ സുഖമായിട്ട് ദീർഘായുസ്സോടെ വളരെ നാൾ ഇരിക്കണം എന്നുള്ള പ്രാർത്ഥനയും ഞങ്ങളുടേതായിട്ടും ഉണ്ട്. നിങ്ങൾ ഈ സഹായം വാങ്ങിച്ചവർ, ഈ ട്രസ്റ്റുകാരെ, മേലധികാരികളെ അടുത്ത വർഷവും അതിൻ്റെ അടുത്ത വർഷമൊക്കെ കുട്ടികൾ എങ്ങനെ സുഖമായിട്ട് വരുന്നു എന്നുള്ള സന്തോഷ വർത്തമാനം അറിയിച്ച് നിങ്ങളുടെ സന്തോഷം ഞങ്ങളോടും ഒന്ന് പങ്കിടണം എന്നൊരു അഭ്യർത്ഥന മാത്രം. പിന്നെ കലാകാരന്മാരെ പറ്റി പറയുകയാണെങ്കിൽ, ഇന്ന് നമ്മുടെ സംഗീത ലോകത്തിൻ്റെ അമ്മ അല്ലെങ്കിൽ അമ്മൂമ്മ ആണ് പാറശാല പൊന്നമ്മാൾ. പൊന്നമ്മാൾ ടീച്ചർ ഒരു റിട്ടയർമെൻ്റ് എല്ലാം കഴിഞ്ഞ് കുറച്ച് നാൾ വളരെ ഒതുങ്ങി കഴിയുകയായിരുന്നു. പിന്നെ ടീച്ചർക്കൊരു പുനരുദ്ധാരണം വന്നു, ഒരു പുനർജന്മം വന്ന് ഇപ്പോൾ ടീച്ചർക്ക് ഇരിക്കാൻ സമയമില്ല. അങ്ങനെ കച്ചേരികളാണ്. നവരാത്രി കാലം മുഴുവനും ഓടി നടന്ന് പാടുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കലാകാരി മാത്രമല്ല, ഒരു സംഗീത ടീച്ചർ കൂടെയാണ്, അധ്യാപിക കൂടെയാണ്. അങ്ങനെ എത്രയോ കുട്ടികൾക്ക് സംഗീതം പകർന്നു കൊടുക്കാനുള്ള ഭാഗ്യം ടീച്ചർക്കുണ്ട്. ടീച്ചറെ അനുഗ്രഹം വാങ്ങിച്ച് എത്രയോ പേര് നന്നായിട്ട് ഇന്ന് പാടുന്നു. അപ്പോൾ ടീച്ചറെ പോലെ ഒരാളെ ആദരിക്കുന്നത് അത് എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യമാണ്. ടീച്ചർ ആദ്യം നവരാത്രി ഉത്സവത്തിൽ പാടിയപ്പോൾ എൻ്റെ അമ്മയുണ്ടായിരുന്നു. അന്ന് അമ്മ പറഞ്ഞു, 100 വയസ്സ് വരെ പൊന്നമ്മാൾ പാടണം എന്നമ്മ അന്ന് പറഞ്ഞ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അത് ഞാൻ ടീച്ചർ എല്ലാ വർഷവും നവരാത്രിക്ക് പാടുമ്പോൾ ഞങ്ങൾ ഓർമ്മിപ്പിക്കാറുമുണ്ട്. ടീച്ചർ പറയും, അടുത്ത വർഷം പറ്റുമോ എന്തോ പറഞ്ഞു. അങ്ങനെ വിചാരിക്കരുത്, പറ്റുമോ എന്നൊരു ചോദ്യമില്ല, അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കില്ല. പറ്റും എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. കലയ്ക്ക് ഒരു പരിമിതിയില്ല, അതിന് പ്രായമില്ല. നമുക്ക് എത്രയും നാൾ കഴിയും അത്രയും നാൾ അത് കൈകാര്യം ചെയ്യണം. അതൊരു നമ്മുടെ ധർമ്മമാണ്. അടുത്തത് ശ്രീ ഷാജി കരുൺ. അദ്ദേഹത്തിന് വളരെ വർഷമായിട്ടുള്ള ഒരു പരിചയമാണ്. ഞങ്ങളുടെ വിമൻസ് കോളേജിൻ്റെ സെൻറ്റിനറി വന്നപ്പോൾ ഒരു പരിപാടിക്ക് എനിക്കിടാനുള്ള ഡ്രസ്സ് അദ്ദേഹത്തിൻ്റെ ഏർപ്പാടിലാണ് തയ്പ്പിച്ചത്. അദ്ദേഹത്തിന് ഇന്നിപ്പോൾ ഓർമ്മയുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അന്ന് ഞങ്ങൾ ഭക്തമീര ചെയ്തപ്പോൾ ആ മീരയുടെ ഡ്രസ്സ് എനിക്ക് അദ്ദേഹത്തിൻ്റെ ഏർപ്പാടിലാണ് ചെയ്യിച്ച് തന്നത്. അതിപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ കൊള്ളുമോ എന്ന് അറിഞ്ഞുകൂടാ, എന്തായാലും എൻ്റെ കയ്യിലുണ്ട് ഇപ്പോഴും. അപ്പോൾ അദ്ദേഹത്തിനെ പോലത്തെ ഒരു പ്രഗത്ഭനായ കലാകാരൻ, നിങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തിനെ പറ്റി ഒന്നും പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാം. അദ്ദേഹത്തിനെ ആദരിക്കുന്നതിലും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഷിബുവിൻ്റെ എല്ലാ പരിപാടികൾക്കും നിങ്ങളുടെ പ്രോത്സാഹനം വേണം, നിങ്ങളുടെ അനുഗ്രഹം വേണം, നിങ്ങളുടെ സഹകരണം വേണം. അടുത്ത വർഷവും നമുക്ക് ഇതുപോലെ ഒരു നല്ല ചടങ്ങിന് വീണ്ടും ഒന്നിച്ച് കൂടാം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ശംഖുമുഖം ഭഗവതിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഉണ്ടാകണം എന്നുള്ള പ്രാർത്ഥനയും. ഇതിപ്പോൾ അന്ന് ശംഖുമുഖം അങ്കണത്തിൽ വെച്ച് നടത്തും. ഇന്നിപ്പോൾ ശ്രീപത്മനാഭൻ്റെ തൊട്ടടുത്തുള്ള കെട്ടിടത്തിൽ വെച്ചാണ് നമ്മൾ ഈ പരിപാടി നടത്തുന്നത്. അപ്പോൾ ഈശ്വര അനുഗ്രഹം എന്നും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ പ്രിയങ്കരനായ ഷാജി സാറിന് ഒരു പ്രത്യേക പുരസ്കാരം. അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ ശംഖുമുഖം ദേവിയുടെ വളരെ അടുത്തൊരു ഭക്തനും കൂടെയാണ്.
അദ്ദേഹത്തിനാണ് ഇക്കുറി നമ്മൾ പ്രത്യേക പുരസ്കാരം കൊടുക്കുന്നത്. അമ്മ മഹാറാണിമാരെ ഈ പുരസ്കാരം നൽകുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു കലാകാരൻ ഒരുപക്ഷെ അവരുടെ ദൗത്യം സൂചിപ്പിച്ചു കഴിഞ്ഞു. ഒരു കാലം അല്ലെങ്കിൽ സമയം അവരെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിലാണ് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുക അല്ലെങ്കിൽ അവതരിക്കപ്പെടുക, അതുമല്ലെങ്കിൽ അവർക്ക് നേരിടേണ്ടി വരുന്ന സന്ദർഭങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് എനിക്ക് തോന്നുന്നത് ഒരു കലാകാരൻ അനുഭവിക്കുന്ന സന്തോഷവും വിഷമവും അതിനോട് കിട്ടുന്ന സ്നേഹവും ഒരുപക്ഷെ മറ്റുള്ളവർക്ക് കിട്ടുമോ എന്നെനിക്കറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ശംഖുമുഖം ദേവീക്ഷേത്രത്തിൽ പോകുമ്പം എത്രയോ കലാകാരന്മാർ, വളരെയധികം കലാകാരന്മാർ അമ്മയുടെ തേജസ് ഏറ്റുവാങ്ങി പുറത്തു പോകുമ്പോൾ ഇന്ന് ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലേക്ക് എന്നെ കൊണ്ടെത്തിക്കുന്നത് അത് ഏത് തരത്തിലാണ് എങ്ങനെയാണെന്ന് നമുക്കാർക്കും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു ഉദാഹരണം മാത്രമാണ്. കാരണം ഞാൻ പലപ്പോഴും ഒരു ചലച്ചിത്രകാരനായിട്ട് എൻ്റെ കാഴ്ചകൾ ഈ കേരളത്തിൽ എൻ്റെ കാഴ്ചകൾ, ഞാൻ കേരളത്തിൽ ജനിക്കുന്നു, കേരളത്തിൻ്റെ മണ്ണെന്താണെന്ന് തിരിച്ചറിയുന്നു, അതിൻ്റെ ഭംഗി എന്താണെന്ന് തിരിച്ചറിയുന്നു, അതിൻ്റെ മണം എന്താണെന്ന് നമ്മൾ അറിയുന്നു, അതിൻ്റെ സ്വാദ് എന്താണെന്ന് അറിയുന്നു. ഒരുപക്ഷെ ഇതിത്രയും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു കലാരൂപം ചലച്ചിത്രം തന്നെയാണെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പം അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയാണോ വേണ്ടത്, അതോ ഒരുപക്ഷെ മായ്ച്ചു കളയാൻ പറ്റാത്ത സന്ദർഭങ്ങളിലേക്ക് അത് സൂക്ഷിക്കാനുള്ള ഒരു സന്ദർഭമായിട്ട് അതിനെ മാറ്റുകയാണോ വേണ്ടത് എന്ന് എന്നും ഏത് കാലത്തും എനിക്കതൊരു ചോദ്യചിഹ്നമായിട്ട് മാറിയിട്ടുണ്ട്. ഈ ചോദ്യത്തിന് പലപ്പോഴും എനിക്കിന്നും ഉത്തരം കിട്ടിയിട്ടില്ല. ഇത് ഏത് തരത്തിലാണ്, ഇത് ഒരു കലാകാരൻ ഈ സന്ദർഭങ്ങൾ സമയത്തിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ പലപ്പോഴും ഗ്രാമാറ്റിക്കലായിട്ട് നമുക്ക് പറയാറുണ്ട്, ഒരു പാസ്റ്റ് ടെൻസ് ഉണ്ട്, ഒരു പ്രസൻറ്റ് ടെൻസ് ഉണ്ട്, ഒരു ഫ്യൂച്ചറുണ്ട്. ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഇത് മൂന്നും ഇല്ല എന്നുള്ളതാണ്. അത് എങ്ങനെ അത് ഇല്ല എന്ന് തിരിച്ചറിയുന്നത് ഒരു കല ഒരുപക്ഷെ 100 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ തിരിച്ചറിയുക. അന്ന് 100 വർഷത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന വ്യക്തിയെ അന്ന് തിരിച്ചറിയുക എന്നുള്ളതൊരു കലയുടെ ദൗത്യം തന്നെയാണ്. അപ്പോൾ അതുപോലെ ഇന്ന് ഈ സന്ദർഭത്തിൽ ഷിബുവിൻ്റെ നേതൃത്വത്തിൽ എനിക്ക് ഇങ്ങനൊരു തേജസ് വന്നു കിട്ടിയപ്പം അവരെ ഒരു കൈകുപ്പോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ നന്മകളും ഇവിടെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിൻവാങ്ങുന്നു. നന്ദി. ഈ വർഷത്തെ കലാകാരിക്കുള്ള ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി 25,551 രൂപ 25 പൈസ, അതുപോലെ തന്നെ പട്ടും ഏറ്റുവാങ്ങാനായി ശ്രീമതി പാറശാല പൊന്നമ്മാളെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്ത വർഷവും കൂടുതൽ ഇത്തരത്തിലുള്ള സഹായങ്ങൾ ചെയ്ത് പ്രത്യേകിച്ച് ശംഖുവം വാർഡിലെയും ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്ത് അവർക്ക് ചികിത്സാ സഹായം ചെയ്യുന്നതിന് വേണ്ടുന്ന എല്ലാ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. അതിനകത്ത് നമ്മുടെ അദ്ദേഹം ഈ രാജകുടുംബങ്ങളുമായിട്ട് അടുത്തിടപഴകിയ കാര്യങ്ങളും രാജകുടുംബത്തിൻ്റെ സേവന താല്പര്യങ്ങളും പ്രതിപാദിച്ചുകൊണ്ട് ഒരു ചരിത്ര അധ്യായം കൂടെയാണ് ആ ബുക്ക് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അപ്പം അദ്ദേഹം രാവിലെ ഇവിടെ വന്നപ്പോൾ
ഇങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ പുണ്യമായ ദിനത്തിൽ ആ ഒരു കർത്തവ്യം കൂടെ നിർവഹിക്കുവാൻ വേണ്ടി തമ്പുരാട്ടിമാരോട് അപേക്ഷിച്ചു കൊള്ളുകയാണ്. താങ്ക് യു സോ മച്ച്.